റബ്ബർ ഉൽപാദന തകർച്ചയിൽ കർഷകർ ആശങ്കയിൽ. റബ്ബർ ബോർഡിൽ നിന്നും കിട്ടാനുള്ള സബ്സിഡി ഇനിയും ലഭിക്കാത്തത് റബ്ബർ കർഷകരെ ദുരിതത്തിലാക്കുന്നു. റബ്ബറിന് വില കുതിച്ചുയരുമ്പോഴും ഉൽപാദനമില്ലാത്തതിന്റെ പ്രതിസന്ധിയിലാണ് ഓരോ കർഷകരും. ഈ വർഷം മഴ ശക്തമായതോടെ റബ്ബറിന്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു. ഇതോടെ ഉൽപാദനം പകുതിയായി കുറയുമെന്ന ആശങ്കയിലാണ്. ഒരു മാസം കൊണ്ട് പെയ്തൊഴിയേണ്ട മഴ ഒരാഴ്ചക്കുള്ളിൽ പെയ്തതാണ് രൂക്ഷമായ ഇലപൊഴിച്ചിലിന് കാരണമായത്. മഴയ്ക്ക് മുൻപ് മരുന്ന് തളിക്കൽ ഇപ്രാവശ്യം നടന്നതുമില്ല. റബ്ബർ ബോർഡിൽ നിന്നും കർഷകർക്ക് മരുന്ന് തളിക്കുമ്പോൾ ലഭിക്കുന്ന സബ്സിഡി സംബന്ധിച്ച അനിശ്ചിതത്വമാണ് റബ്ബർ കർഷകരെയും ഉൽപാദന സംഘങ്ങളെയും വലച്ചത്. റബ്ബർ ബോർഡിൽ നിന്ന് സബ്സിഡി ഒന്നും തരാത്തതിൻ്റെ പേരിൽ സാധാരണക്കാരന് മരുന്നടിക്കാൻ പറ്റാത്തതിനും ഇവിടെ 6 മാസക്കാലം മഴയും 6 മാസക്കാലം വെയിലുമാണ്. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഫോറസ്റ്റ് കിടക്കുന്നു. കീടനാശിനികൾ അല്ലെങ്കിൽ കീടങ്ങളുടെ ഉപദ്രവങ്ങൾ, അങ്ങനെ മാരകമായ ഇലപൊഴിച്ചിലിന് കാരണം ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് ഈ വില കൊടുക്കൽ ഉൽപ്പാദനം കുറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റേതായ ഒരു പാക്കേജിൽ ഞങ്ങൾക്കൊരു നഷ്ടപരിഹാരം കിട്ടണം. മാത്രവുമല്ല, വരും വർഷങ്ങളിൽ ഞങ്ങളുടെ റബ്ബറിന് സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ സ്പ്രേയിങ് നടത്തത്തുള്ള അതിനുള്ള സംവിധാനം റബ്ബർ ബോർഡും സർക്കാരും ചെയ്തു തരണം. കഴിഞ്ഞ വർഷം കർഷകർക്ക് റബ്ബർ ബോർഡിൽ നിന്നും കിട്ടാനുള്ള സബ്സിഡി 1/3 വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ അത് കർഷകരുടെ അക്കൗണ്ടിൽ വന്നതുമില്ല. ഒരേക്കർ തോട്ടത്തിൽ മരുന്ന് തെളിയിക്കുന്നതിന് 20 ലിറ്റർ മരുന്നാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്തത്. 1 ലിറ്ററിന് 350ഓളം രൂപ വരും. ഇതുപ്രകാരം 10,000ഓളം രൂപ ചെലവ് വരും. ഇത് കർഷകർ മുൻകൂട്ടി റബ്ബർ ബോർഡിൽ അടയ്ക്കണം. ഇതിന്റെ പകുതി സബ്സിഡിയായി കർഷകർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ സബ്സിഡിയാണ് കഴിഞ്ഞ വർഷം 1/3 വെട്ടിക്കുറച്ചത്. റബ്ബർ പാലിൽ ലാറ്റക്സിന്റെ അളവിലുണ്ടാകുന്ന കുറവാണ് മറ്റൊരു തിരിച്ചടി. ഇതോടെ വൻ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.